അങ്ങനെ പി.സി. ജോർജിന് പിന്നാലെ ശോഭ സുരേന്ദ്രനും അഴിക്കുള്ളിലാകാനുള്ള വഴികൾ തെളിഞ്ഞു വരികയാണ്. എ.ഐ.സി.സി. ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ എം.പിയുമായ കെ.സി. വേണുഗോപാൽ നൽകിയ ഹർജിയിൽ ശോഭ സുരേന്ദ്രനെതിരെ കേസെടുക്കുവാൻ ആലപ്പുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഷാന ബീഗം ഉത്തരവിട്ട് കഴിഞ്ഞു. അപകീർത്തിപരമായ പരാമർശത്തിൽ വേണുഗോപാൽ നൽകിയ മാനനഷ്ട കേസിലാണ് ശോഭയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ബി.ജെ.പി. നേതാക്കൾ പോയ വാക്കത്തി പോലെ പറയുന്നത് കേട്ട ചുമ്മാതെ കയ്യും കെട്ടി നോക്കിയിരിക്കാൻ ഇത് നിങ്ങളുടെ യോഗി ഭരിക്കുന്ന ഉത്തർപ്രദേശ് അല്ല മാഡം, കേരളമാണ്. ഇവിടെ ചോദിക്കാനും പറയാനും വേണ്ടി വന്നാൽ പിടിച്ച് പൂട്ടിയിടാനും ആളുകളുണ്ട് എന്നുകൂടി ഓർക്കുക. മെയ് 8-ന് കോടതിയിൽ ഹാജരാകുവാനും ഉത്തരവിട്ടുകൊണ്ടാണ് ശോഭയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ശോഭ സുരേന്ദ്രൻ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ പ്രസ്താവനകൾ പിൻവലിക്കണമെന്നും സ്വഭാവ ഹത്യയാണ് വിശേഷിപ്പിച്ചതെന്ന് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് എം.പി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. പക്ഷേ അവർ അതിൽ പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് വേണുഗോപാൽ നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. കോടതിയൊക്കെ പുല്ലെന്ന ധാരണയിൽ ഞെളിഞ്ഞിരുന്ന ശോഭയ്ക്ക് ഓർക്കാപ്പുറത്ത് അടിയും കിട്ടി. ഈ വിഷയത്തിൽ വേണുഗോപാൽ ആലപ്പുഴ സൗത്ത് പോലീസിൽ പരാതി നൽകുകയും പിന്നീട് മൊഴി രേഖപ്പെടുത്താൻ കോടതിയിൽ ഹാജരാകുകയും ചെയ്തതോടെ കാര്യങ്ങൾ തകിടം മറിഞ്ഞു. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടാണ് ശോഭ സുരേന്ദ്രൻ വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിച്ചത്. രാജസ്ഥാനിലെ മുൻ ഖനന വകുപ്പ് മന്ത്രി കിഷോറാം ഓലയുടെ സഹായത്തോടെ കേരളത്തിലെ ധാതുക്കളെല്ലാം കവർന്നെടുത്ത വേണുഗോപാൽ കോടികൾ ഉണ്ടാക്കിയെന്നായിരുന്നു ശോഭയുടെ ആരോപണം. കിഷോറാം ഓലയും കെ.സി. വേണുഗോപാലും ചേർന്ന് രാജ്യാനന്തര തലത്തിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നും കിഷോറാം ഓലയുടെ കുടുംബവുമായി ചേർന്ന് ഇപ്പോഴും ബെനാമി പേരിൽ വേണുഗോപാൽ ആയിരക്കണക്കിന് കോടികൾ സമ്പാദിക്കുന്നുണ്ടെന്നും അതിലുൾപ്പെട്ട ഒരു ചെറിയ ആളാണ് ആലപ്പുഴയിലെ കരിമണൽ കർത്ത എന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞിട്ട് കിഷോറാം ഓലയാണ് ആലപ്പുഴയിൽ നിന്നും കരിമണൽ കയറ്റുമതിക്കുള്ള അനുവാദം കർത്തയ്ക്ക് നേടിക്കൊടുത്തെന്നും ശോഭ ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ആരോപിക്കുകയായിരുന്നു. വ്യക്തിഹത്യ നടത്തി വോട്ട് പിടിക്കാമെന്ന് കരുതിയിറങ്ങിയ ശോഭയ്ക്ക് പണി പാളി. ജയിച്ചില്ല എന്ന് മാത്രമല്ല, മാസങ്ങൾക്ക് പുറത്തെ പേരിൽ ഒരു കേസും വന്നിരിക്കുന്നു. ഇതിന് തൊട്ടു മുൻപ് ഡിസംബർ മാസത്തിൽ ശോഭയ്ക്ക് CPIM-ന്റെ ഇ.പി. ജയരാജൻ വഴി ഒരു കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും നോട്ടീസും കിട്ടിയിട്ടുണ്ട്. ഇ.പി. ജയരാജനുമായി ബി.ജെ.പി. പ്രവേശന ചർച്ചയ്ക്കായി കൂടിക്കാഴ്ച നടത്തിയെന്ന ശോഭ സുരേന്ദ്രന്റെ പരാമർശത്തിനെതിരെ ഇ.പി. മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു. പ്രകാശ് ജാവദേക്കറുമായുള്ള ഇ.പി. ജയരാജൻ നടത്തിയ കൂടിക്കാഴ്ചയുടെ ചുവട് പിടിച്ചായിരുന്നു ശോഭയുടെ പരാമർശം. ഈ പരാമർശം തള്ളിക്കൊണ്ട് ദല്ലാൽ T.G. നന്ദകുമാറും രംഗത്തേക്ക് വന്നതോടെ കാര്യങ്ങൾ പിന്നെയും തകിടം മറിഞ്ഞു. ശോഭ സുരേന്ദ്രനുമായി ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ല എന്നും ശോഭ സുരേന്ദ്രൻ പറയുന്നത് മുഴുവൻ തട്ടിപ്പും അസംബന്ധവുമാണെന്നും T.G. നന്ദകുമാർ പറഞ്ഞതാണ് ശോഭയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കിയത്. ഇതിനിടെ മജിസ്ട്രേറ്റ് കോടതി നടപടികൾ വൈകുന്നതിനെതിരെ ഇ.പി. ജയരാജൻ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. അങ്ങനെ ഇടത്തുനിന്നും വലത്തുനിന്നും ശോഭയെ പൂട്ടി. ഞെരിഞ്ഞമരുമ്പോൾ സ്വന്തം പാർട്ടി കൂടെ നിൽക്കുന്നുണ്ട് എന്നുറപ്പുണ്ടെങ്കിൽ ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ഒരു അർത്ഥമുണ്ടായിരുന്നു. പക്ഷേ ബി.ജെ.പിയിൽ അതില്ല എന്നുകൂടി ശോഭ ഓർക്കേണ്ടതുണ്ട്.